മോർഗൻ ഹോസലിൻ്റെ പണത്തിൻ്റെ മനഃശാസ്ത്രം ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ആദ്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോളേജ് പഠനകാലത്ത് ലോസ് ആഞ്ചലസിലെ ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു ഹോട്ടലിൽ വാലറ്റായി ജോലി നോക്കിയിരുന്ന വ്യക്തിയായിരുന്നു മോർഗൻ ഹോസൽ. അവിടുത്തെ സ്ഥിരം അതിഥികളിൽ ഒരാൾ സാങ്കേതിക ശാസ്ത്ര രംഗത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അത്ഭുതവാഹമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരാൾ. കുശാഗ്രബുദ്ധിയായ അദ്ദേഹം പ്രായം 20കളിൽ എത്തുമ്പോഴേക്കും വൈഫൈ റൂട്ടറിൻ്റെ ഒരു പ്രധാന ഭാഗം രൂപകൽപ്പന ചെയ്ത് പേറ്റന്റ് നേടിക്കഴിഞ്ഞിരുന്നു. കൂടാതെ അനേകം കമ്പനികൾ സ്ഥാപിക്കുകയും വിൽക്കുകയും ചെയ്തു. പണവുമായി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ബന്ധമാണുണ്ടായിരുന്നത്. ആശങ്കയും ശിശുസഹജമായ വിവരമില്ലായ്മയും ചേർന്ന അവസ്ഥ എന്നാണ് മോർഗൻ ഹോസൽ അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ കെട്ട് $100 നോട്ടുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. അത് എല്ലാവരെയും കാണിക്കും, കാണാൻ ഇഷ്ടമുള്ളവരെയും ഇല്ലാത്തവരെയും. തൻ്റെ സമ്പത്തിനെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. മദ്യലഹരിയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്തപ്പോഴും ഈ പൊങ്ങച്ചം പറച്ചിൽ കേൾക്കാം. ഒരു ദിവസം മോർഗൻ ഹോസലിൻ്റെ കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ അനേകായിരം ഡോളറിൻ്റെ നോട്ടുകൾ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്തുള്ള സ്വർണ്ണക്കടയിൽ പോയി $1000 വീതം വരുന്ന കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. അദ്ദേഹവും കൂട്ടുകാരും 1 മണിക്കൂറിനുള്ളിൽ ഈ നാണയങ്ങളുമായി പസഫിക് സമുദ്രതീരത്ത് ഒത്തുകൂടി. വട്ടക്കല്ലുകൾ വെള്ള നിറത്തിൽ എറിഞ്ഞു കളിക്കുന്നത് പോലെ സമുദ്രജലത്തിൻ്റെ പ്രതലത്തിൽ കൂടി അവ സ്വർണ്ണ നാണയങ്ങൾ പായിച്ചു തുടങ്ങി. ആരുടേതാണ് ഏറ്റവും കൂടുതൽ ദൂരം പോയത് എന്നതിനെക്കുറിച്ച് ഉറക്കെ തർക്കിച്ചു. എല്ലാം വെറുതെ ഒരു രസത്തിനാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിലെ ഒരു അലങ്കാര വിളക്ക് അദ്ദേഹം തകർത്തു. അത് കണ്ട ഒരു മാനേജർ അദ്ദേഹത്തെ സമീപിച്ച് ആ വിളക്ക് $500 വിലയുള്ളതാണെന്നും അതുപോലെ ഒന്ന് പകരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഞാൻ $500 തരണമെന്നോ? താൻ കേട്ടത് ശരിയാണോ എന്ന് സംശയിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും കുറേ നോട്ടുകൾ വലിച്ചെടുത്ത് മാനേജറുടെ കയ്യിൽ വെച്ചു. ഇത് $5000 ഉണ്ട്. എൻ്റെ മുമ്പിൽ നിന്നും വേഗം പൊയ്ക്കോ. മേലിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അപമാനിക്കരുത്. ഇത്തരം പെരുമാറ്റം എത്ര കാലം നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടായിരിക്കും. ഒരു ഉത്തരമേയുള്ളൂ, അധികം കാലമില്ല. അദ്ദേഹം സാമ്പത്തികമായി തകർന്നു പോയെന്ന്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. പണം നന്നായി കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങളുടെ മിടുക്കിന് കാര്യമായ പ്രാധാന്യമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ പെരുമാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് താനും. പെരുമാറ്റം ആരെയും പഠിപ്പിക്കാനാവില്ല, നല്ല മിടുക്കരായവരെ പോലും. വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എത്ര ബുദ്ധിമാനും സാമ്പത്തികമായി തകർന്നേക്കും. നേരെ മറിച്ച് പറയുന്നതും ശരിയാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സാധാരണക്കാരനായ ഒരാൾക്ക് ചില നല്ല പെരുമാറ്റശീലങ്ങൾ ഉണ്ടെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്താം. ഈ ശീലങ്ങൾ പ്രത്യേക ബുദ്ധിശക്തി കൊണ്ട് ഉണ്ടാകുന്നതല്ല. വിക്കിപീഡിയയിൽ മോർഗൻ ഹോസലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. റൊണാൾഡ് ജെയിംസ് റീഡ് ഒരു അമേരിക്കൻ പരോപകാര തൽപരൻ, നിക്ഷേപകൻ, കാവൽക്കാരൻ, പെട്രോൾ സ്റ്റേഷനിലെ ജീവനക്കാരൻ. വെർമോണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്താണ് റീഡ് ജനിച്ചത്. ആ കുടുംബത്തിൽ നിന്നും ഹൈസ്കൂൾ ജയിച്ച ആദ്യത്തെയാളായിരുന്നു റീഡ്. ദിവസവും ആരുടെയെങ്കിലും വാഹനം കൈകാണിച്ചു നിർത്തി അതിൽ കയറിപ്പോയിട്ടാണ് അയാൾ പഠിച്ചത്. റീഡിനെ അറിയാവുന്നവർക്ക് ഇതിൽ കൂടുതലൊന്നും അയാളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. സാധാരണയിൽ സാധാരണയായ ഒരു ജീവിതം. 25 വർഷത്തോളം ഒരു പെട്രോൾ സ്റ്റേഷനിൽ റീഡ് കാറുകൾ നേരെയാക്കുന്ന പണി ചെയ്തു. 17 കൊല്ലം JC പെന്നി കമ്പനിയിൽ തൂപ്പുകാരനായി ജോലി നോക്കി. 38-ാം വയസ്സിൽ $100,000 വിലയുള്ള 2 കിടപ്പുമുറികളുള്ള ഒരു വീട് വാങ്ങിച്ചു. ജീവിതാവസാനം വരെ അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്.
റീഡിന് 50 വയസ്സുള്ളപ്പോൾ ഭാര്യ മരിച്ചു. അദ്ദേഹം വീണ്ടും വിവാഹം കഴിച്ചില്ല. റീഡിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് വിറകുകീറലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്നാണ്. 2014 92-ാം വയസ്സിൽ റീഡ് മരിച്ചു. ഗ്രാമീണനും പാവപ്പെട്ടവനുമായ ആ തൂപ്പുതൊഴിലാളി 2014 അമേരിക്കയിൽ മരിച്ചവരിൽ 4000-ഓളം ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് $8 മില്യൺ ആസ്തിയുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു റൊണാൾഡ് റീഡ്. റീഡ് തയ്യാറാക്കി വെച്ചിരുന്ന വസിയത്തിൽ 2 മില്യൺ തൻ്റെ വളർത്തുമക്കൾക്കും 6 മില്യൺ അവിടുത്തെ ആശുപത്രിക്കും ഗ്രന്ഥാലയത്തിനുമാണ് നൽകിയത്. റീഡിൻ്റെ പരിചയക്കാർ അത്ഭുതപ്പെട്ടു പോയി. അയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിച്ചത്? അതിൽ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ലായിരുന്നു. ലോട്ടറി അടിച്ചതല്ല, പാരമ്പര്യമായി കിട്ടിയ പണവുമായിരുന്നില്ല. ആവുന്ന വിധം റീഡ് പണം മിച്ചം പിടിച്ചു. ഏറ്റവും നല്ല കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിച്ചു. എന്നിട്ട് പതിറ്റാണ്ടുകളോളം ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ തൻ്റെ ചെറിയ സമ്പാദ്യം $8 മില്യൺ വർദ്ധിക്കുന്നത് അയാൾക്ക് കാണാനായി. അങ്ങനെ ഒരു സാധാരണ തൂപ്പുകാരൻ പണം ദാനം ചെയ്യുന്ന പരോപകാരിയായി വളർന്നു. റീഡ് മരിക്കുന്നതിന് കുറച്ചു മാസം മുമ്പ് റിച്ചാർഡ് എന്നൊരാൾ വാർത്തയിൽ സ്ഥാനം പിടിച്ചിരുന്നു. റീഡ് എന്തെല്ലാം ആകാതിരുന്നോ അതെല്ലാമായിരുന്നു റിച്ചാർഡ് ഫ്യൂസ്കോൺ. ഹാർവാർഡിൽ പഠിച്ച് മെറിൽ ലിഞ്ചിൽ ഉദ്യോഗസ്ഥനായ ഒരു MBA ബിരുദധാരി. സാമ്പത്തിക രംഗത്തെ തിളങ്ങുന്ന പ്രകടനത്തിനു ശേഷം 40-ാം വയസ്സിൽ ജോലി ഉപേക്ഷിച്ചു. ലോകോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു അദ്ദേഹം ജോലി വിട്ടത്. ഫ്യൂസ്കോണിൻ്റെ ബിസിനസ് വൈദഗ്ധ്യം, നേതൃപാടവം, വ്യക്തിപരമായ ആർജവം എന്നിവയെക്കുറിച്ചെല്ലാം മെറിൽ ലിഞ്ചിലെ മുൻ CEO ഡേവിഡ് കോമൻസ്കി അത്യധികം മതിപ്പോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. ക്രൈൻസ് ബിസിനസ് മാഗസിനിലെ 40-ന് താഴെയുള്ള 40 പേർ എന്ന പ്രശസ്ത വിജയം കൈവരിച്ച ബിസിനസ്സുകാരുടെ പട്ടികയിൽ ഫ്യൂസ്കോണും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ പിന്നെ എപ്പോഴോ എല്ലാം തകിടം മറിഞ്ഞു. സമുദ്രജലത്തിൽ സ്വർണ്ണ നാണയങ്ങൾ എറിഞ്ഞുകളഞ്ഞ സാങ്കേതിക വിദഗ്ധനെ പോലെ. കനേഡിക്കറ്റിലെ ഗ്രീൻവിച്ചിലുള്ള 18,000 ചതുരശ്ര അടി വിസ്താരമുള്ള വീട് വലിപ്പം കൂട്ടി പുതുക്കി പണിയാനായി ഫ്യൂസ്കോൺ പണം കടം വാങ്ങി തുടങ്ങിയത് 2000 ആണ്ടുകളുടെ മധ്യകാലത്താണ്. 11 കുളിമുറികളും 2 എലിവേറ്ററുകളും 2 നീന്തൽ കുളങ്ങളും 7 കാർ ഷെഡുകളും ഉണ്ടായിരുന്നു ആ വീട്ടിൽ. മാസത്തിൽ $90,000 ചെലവാക്കിയാണത് പരിപാലിച്ചിരുന്നത്. 2008-ലെ സാമ്പത്തിക മാന്ദ്യം അരങ്ങേറിയത് അപ്പോഴാണ്. അതെല്ലാവരെയും ബാധിച്ചു. പക്ഷേ ഫ്യൂസ്കോണിൻ്റെ കാര്യത്തിൽ അത് എല്ലാം തകർന്ന് തരിപ്പണമാകുന്നിടത്തോളം എത്തി. വലിയ കടങ്ങളും പണമാക്കി മാറ്റാൻ പറ്റാത്ത സ്വത്തുക്കളും ചേർന്ന് ഫ്യൂസ്കോണിനെ പാപ്പരാക്കി. എനിക്ക് ഇപ്പോൾ വരുമാനമൊന്നുമില്ല എന്നാണത്രേ ഫ്യൂസ്കോൺ പാപ്പർ കോടതിയിലെ ജഡ്ജിയോട് പറഞ്ഞത്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പാം ബീച്ചിലെ വീട് കടക്കാർ കൈക്കലാക്കി. 2014 ഗ്രീൻവിച്ചിലെ ബംഗ്ലാവും അതേ വഴിക്ക് പോയി. റൊണാൾഡ് റീഡ് തൻ്റെ സമ്പാദ്യമെല്ലാം ദാനം നൽകുന്നതിന് 4 മാസം മുമ്പ് ഫ്യൂസ്കോണിൻ്റെ വീട് ഇൻഷുറൻസ് കമ്പനി നിർണയിച്ച വിലയുടെ 75% കുറവായിട്ട് ജപ്തി ലേലത്തിൽ വിറ്റുപോയി. ആ വീടിനെക്കുറിച്ച് ഫ്യൂസ്കോണിൻ്റെ അതിഥികളായി അവിടെ പോയിട്ടുള്ളവർ ഇങ്ങനെയൊക്കെ വാചാലരാകുമായിരുന്നു. ആ വീട്ടിനുള്ളിലെ നീന്തൽക്കുളത്തിനു മുകളിൽ വിരിച്ച സുതാര്യമായ തറയിൽ ഭക്ഷണം കഴിക്കുന്നതും നൃത്തം ചവിട്ടുന്നതും എത്ര ആനന്ദകരമാണ്. റൊണാൾഡ് റീഡ് ക്ഷമയുള്ളവനായിരുന്നു. റിച്ചാർഡ് ഫ്യൂസ്കോണിന് ആർത്തി കൂടുതലായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് അവർ തമ്മിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും അനുഭവസമ്പത്തിൻ്റെയും അന്തരമില്ലാതാക്കിയത്. റൊണാൾഡിനെ പോലെ ആകാൻ കൂടുതൽ ശ്രമിക്കുക, റിച്ചാർഡിനെ പോലെ ആകാതിരിക്കുവാനും എന്നല്ല ഇതിൽ നിന്നും പഠിക്കേണ്ട പാഠം. ഒരു തരത്തിൽ അതൊരു മോശപ്പെട്ട ഉപദേശമല്ല കൂടിയും. ഈ കഥകളുടെ ആകർഷണീയത അവ സാമ്പത്തിക രംഗത്ത് മാത്രം നടക്കുന്നതാണ് എന്നതാണ്. കോളേജ് വിദ്യാഭ്യാസമോ പരിശീലനമോ കുടുംബ പാരമ്പര്യമോ ഔപചാരികമായ പ്രവൃത്തി പരിചയമോ ഉന്നതരുമായുള്ള അടുപ്പമോ ഇല്ലാത്ത ഒരാൾക്ക് വേറെ ഏതു മേഖലയിലാണ് ഇതെല്ലാമുള്ള ഒരാളേക്കാൾ നന്നായി പ്രവർത്തിച്ച് വിജയം കൈവരിക്കാനാവുക? റൊണാൾഡ് റീഡിന് റിച്ചാർഡ് ഫ്യൂസ്കോണിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്, സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ ഭാഗ്യത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ബുദ്ധിയും പരിശ്രമവും ഉണ്ടെങ്കിൽ കൂടി ഒരു പരിധിവരെ ഇത് ശരിയാണ്. അതാണ് ഈ പുസ്തകത്തിൽ വിശദമായി ചർച്ച ചെയ്യുവാൻ പോകുന്നത്. രണ്ടാമത്തേത്, സാമ്പത്തിക വിജയം കൃത്യമായ ഒരു ശാസ്ത്രത്തെ അനുസരിക്കുന്നില്ല.
അതൊരു നൈപുണ്യമാണ്. അതിൽ നിങ്ങളുടെ പെരുമാറ്റത്തിന് അറിവിനേക്കാൾ പ്രാധാന്യമാണുള്ളത്. അദ്ദേഹം ഈ പുസ്തകത്തെ ധനത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് വിളിക്കുന്നതും ഈ നൈപുണ്യത്തെയാണ്. കൊച്ചു കൊച്ചു കഥകളിലൂടെ ഇത്തരം നൈപുണ്യമാണ് ധനത്തിൻ്റെ ശാസ്ത്രീയ വശത്തേക്കാൾ പ്രാധാന്യമുള്ളതെന്ന് കാണിച്ചു തരികയാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും, റീഡ് മുതൽ ഫ്യൂസ്കോൺ വരെയുള്ളവർക്കും അവർക്കിടയിലുള്ളവർക്കും മെച്ചപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ പ്രയോജനപ്പെടുന്ന തരത്തിലാണിത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു.